സീറ്റ് വിഭജനം യുഡിഎഫിന് കീറാമുട്ടിയാവുന്നു. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജെഡിയു എന്നീ കക്ഷികളുമായി നടത്തിയ ചർച്ച ഫലം കണ്ടില്ല. ചടയമംഗലം വേണ്ടെന്ന് മുസ്ലിം ലീഗും പുനലൂരിൽ മത്സരിക്കാനില്ലെന്ന് ജെഡിയുവും കോൺഗ്രസിനെ അറിയിച്ചു കഴിഞ്ഞു. പൂഞ്ഞാർ വിട്ടു നൽകാനാവില്ലെന്ന നിലപാടിൽ കേരള കോൺഗ്രസ് എമ്മും ഉറച്ചു നിൽക്കുകയാണ്. ആറ്റിങ്ങലും അരൂരും ആർഎസ്പിക്ക് നൽകാൻ ധാരണയായി. മറ്റു കക്ഷികളുമായി സീറ്റ് ധാരണയിലെത്തിയാൽ മാത്രമേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയൂ. ഈ സാഹചര്യത്തിലാണ് ഡൽഹിയിലുള്ള മുഖ്യമന്ത്രി ഘടകകക്ഷി നേതാക്കളുമായി ഫോണിൽ ചർച്ച നടത്തിയത്. മത്സര സാധ്യതയുള്ള സീറ്റ് ആവശ്യപ്പെടുന്ന ജെഡിയുവിനോട് പുനലൂർ നൽകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പകരം നിയമം കോൺഗ്രസ് ഏറ്റെടുക്കും. എന്നാൽ ഈ നിർദ്ദേശം ജെഡിയു തള്ളി. കോവളം നൽകിയാൽ മാത്രമേ നിയമം വിട്ടു നൽകാനാകൂ. മത്സര സാധ്യതയുള്ള സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ജെഡിയു കോൺഗ്രസിനെ അറിയിച്ചു. ഇരവിപുരത്തിന് പകരം ചടയമംഗലം നൽകാമെന്ന കോൺഗ്രസിന്റെ ആവശ്യം മുസ്ലിം ലീഗും അംഗീകരിച്ചില്ല. കുന്നമംഗലം, ഒറ്റപ്പാലം സീറ്റ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ലീഗുമായുള്ള ചർച്ച നടക്കുന്നത്. സിപിഎമ്മിന്റെ എം ഹംസ മാറിയ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്ന ആലോചനയാണ് ഒറ്റപ്പാലം പരിഗണിക്കാൻ കാരണം. അധിക സീറ്റെന്ന അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് കേരള കോൺഗ്രസ് എം നൽകിയ മറുപടി. പൂഞ്ഞാർ സീറ്റ് വിട്ടു നൽകാനാവില്ലെന്നും അവർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. ആർഎസ്പിയുമായി മാത്രമാണ് സീറ്റ് ചർച്ചയിൽ ധാരണയിലെത്തിയത്. തിരുവനന്തപുരത്ത് അരുവിക്കരയ്ക്ക് പകരം ആറ്റിങ്ങൽ നൽകാനും 5ാമത്തെ സീറ്റായി അരൂർ നൽകാനുമാണ് ധാരണ. 6 സീറ്റ് വേണമെന്ന നിലപാടിൽ നിന്ന് ആർഎസ്പിയും പിന്നാക്കം പോയി. ഘടകകക്ഷികളുമായി ഇന്ന് വീണ്ടും ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.